ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീനാരായണ കവചത്തിലെ 32-ാമത്തെ ശ്ലോകം. യദേകാത്മ്യാനുഭാവാനാം വികൽപരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യ ദത്തേ ശക്തി സ്വമായയാ തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി പാതു സർവേ സ്വരൂപൈർന സദാ സർവത്ര സർവദാ. വ്യാഖ്യാനം. പരമാത്മാവ്, ജീവജാലങ്ങൾ, ഭൗതിക ഊർജം, ആത്മീയ ഊർജം, മുഴുവൻ സൃഷ്ടിയും എല്ലാം വ്യക്തിഗത പദാർത്ഥങ്ങളാണ്. എന്നിരുന്നാലും ആത്യന്തിക വിശകലനത്തിൽ അവർ ഒരുമിച്ച് പരമോന്നതമായ ദൈവിക വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ആത്മീയ ജ്ഞാനത്തിൽ ഉന്നതരായവർ നാനാത്വത്തിൽ ഏകത്വം കാണുന്നു. അത്തരം പുരോഗമന വ്യക്തികൾക്ക് ഭഗവാന്റെ ശരീരഭംഗി, അവന്റെ നാമം, പ്രശസ്തി, ഭഗവാന്റെ വിശേഷണങ്ങൾ, രൂപങ്ങൾ, ഭഗവാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്നിവ അവന്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ്. അവരുടെ ഉന്നതമായ ആത്മീയ ധാരണ അനുസരിച്ച് വിവിധ രൂപങ്ങൾ പ്രകടിപ്പിക്കുന്നു. സർവജ്ഞനായ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. എല്ലാ വിപത്തുക്കളിൽ നിന്നും ഭഗവാൻ എപ്പോഴും നമ്മെ എല്ലായിടത്തും കാത്തുരക്ഷിക്കട്ടെ എന്നാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. ഇനി 34-ാമത്തെ ശ്ലോകം. വിദിക്ഷുദിക്ഷൂർധ്വമതസമന്ധാത് അന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാഭയം ലോകഭയം സ്വനേന സ്വതേജസാ ഗ്രസ്തസമസ്തതേജാ. വ്യാഖ്യാനം. പ്രഹ്ലാദ മഹാരാജാവ് നൃസിംഹദേവന്റെ വിശുദ്ധനാമം ഉച്ചത്തിൽ ജപിച്ചു. തന്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിന് വേണ്ടി ഗർജിക്കുന്ന ഭഗവാൻ നൃസിംഹദേവൻ വിഷം, ആയുധങ്ങൾ, ജലം, അഗ്നി, വായു മുതലായ എല്ലാ ദിക്കുകളിലും ശക്തരായ നേതാക്കൾ സൃഷ്ടിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. ഭഗവാൻ തന്റെ സ്വന്തം അതീന്ദ്രിയ സ്വാധീനത്താൽ അവരുടെ സ്വാധീനം മറക്കട്ടെ. മുകളിലും താഴെയും അകത്തും പുറത്തും എല്ലാ ദിശകളിലും എല്ലാ കോണുകളിലും നൃസിംഹവീരൻ നമ്മെ സംരക്ഷിക്കട്ടെ. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.